ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എവിടം വരെയായി ഇപ്പോഴത്തെ അന്വേഷണം എന്നാണ് നമ്മൾക്കും അറിയാനുള്ളത്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കമലേഷ് തെക്കേക്കാട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് തിങ്കളാഴ്ച സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അന്വേഷണ പുരോഗതി എവിടം വരെയായി എന്നാണ് അറിയാനുള്ളത്. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. പലരെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ നടക്കുന്നു. നോട്ടീസ് നൽകാൻ പോകുന്നു. ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടെയൊക്കെ ഉണ്ടായ ഒരു പുരോഗതി എന്ന് പറയുന്നത് സർക്കാരിനെതിരെയായിരുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസ് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളിലേക്കാണ് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് നീളുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിടയ്ക്കാണ് അതിനൊരു മാറ്റം വരുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത തേടാൻ വേണ്ടി SIT കടക്കുന്നത്. അടൂർ പ്രകാശിനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്ന ഒരു കാര്യം പുറത്തു വന്നതോടുകൂടി വലിയ ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ് UDF പാളയം ഒന്നാകെ. കോൺഗ്രസ് നേതാക്കളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ വലിയ ഒരു പരിഭ്രാന്തിയിൽപ്പെട്ട് എന്തോ ഒരു വിഭ്രാന്തി പിടിച്ച പോലെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ആകെയുള്ള ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ. അപ്പോൾ SITയുടെ അന്വേഷണം ഏത് രീതിയിലാണ്, എവിടം വരെയായി കമലേഷ്? വിനിഷ, ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ കേസന്വേഷണത്തെയാകെ ആ നിലയിൽ അതിൽ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് ഉള്ള പ്രതികരണങ്ങൾ മുന്നോട്ട് വെച്ചത് ആ പാട്ടോടുകൂടിയായിരുന്നു. പക്ഷേ നിലവിൽ ഈ കേസ് ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ല നിലവിലെ ഈ അന്വേഷണങ്ങൾ പോകുന്നത്. വളരെ വ്യാപ്തിയുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പോറ്റിയെ കേറ്റിയെ എന്ന നേരത്തെ കോൺഗ്രസ്സുകാർ പാടിയത് ഒരു അബദ്ധമായി പോയി എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ തോന്നുന്ന നിലയിലേക്കാണ് നിലവിലെ അന്വേഷണ പുരോഗതി മുന്നോട്ട് പോകുന്നത്. ആരാണ് പോറ്റിയെ യഥാർത്ഥത്തിൽ അങ്ങോട്ട് കയറ്റിയത് എന്ന് ചോദിച്ചാൽ ഈ പോറ്റിക്ക് സോണിയാഗാന്ധിയെ ഉൾപ്പെടെ നിരവധി തവണ വീട്ടിലെത്തി കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത കേരളത്തിലെ നേതാക്കൾ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ തന്നെയാണ് ശബരിമലയിലും എല്ലാ സഹായവും ഇവർക്ക് ചെയ്തു കൊടുത്തത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരുമായുള്ള കൂടുതൽ ബന്ധത്തിൻ്റെ തെളിവുകളും രേഖകളും ചിത്രങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയ ആളും സ്വർണം വിറ്റ ആളും, അതായത് ഇത് വാങ്ങിയ ആളും ഉൾപ്പെടെയുള്ള ആളുകളാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി സോണിയാഗാന്ധിക്ക് കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കണ്ടത്. അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും വളരെ വിശദമായി തന്നെ ഈ വിഷയം SIT പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ്. അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട്, അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഇടക്കാല റിപ്പോർട്ടാണത്. സ്വാഭാവികമായും ഇതോടനുബന്ധിച്ച് തന്നെ നിലവിലിപ്പോൾ അടൂർ പ്രകാശ് MP ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT ഉള്ളത്. അടൂർ പ്രകാശ് MPക്ക് ഉടൻ തന്നെ നോട്ടീസ് അയക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഡയമണ്ട് മണി എന്ന് പറയുന്ന ഡി മണിയുടെയും സുഹൃത്തുക്കളുടെയും ഈ കേസിനകത്തുള്ള പങ്കാളിത്തം എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അന്വേഷണത്തിലേക്കാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അതോടൊപ്പം ഡി മണിയുടെയും സുഹൃത്തുക്കളുടെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളും SIT വളരെ വിശദമായി തന്നെ അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. ഏതായാലും കേസ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഏത് നിലയിലായിരുന്നോ കേസ്, ആ നിലയിലല്ല നിലവിലിപ്പോൾ കേസുള്ളത്. അതിന് വലിയ വ്യാപ്തിയുണ്ട്. നിരവധി ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഒക്കെ ഇത് ഒരു വലിയ വികാരമുണ്ടാക്കാൻ കോൺഗ്രസ് നേരത്തെ ശ്രമിച്ചു. ആ നിലയിലേക്ക് അന്വേഷണത്തിന് ചില ദിശയിൽ അത്തരമൊരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ നിലവിലിപ്പോൾ കോൺഗ്രസ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അതുപോലെ തന്നെ ഗോവർദ്ധൻ, ഇതിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടും ബന്ധമുള്ളത്. അവർക്കാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ വലിയ സ്വാതന്ത്ര്യമുണ്ടായത്. അവരാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും ഒക്കെ കയറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എന്നതടക്കമുള്ള തെളിവുകളും ചിത്രങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ SITയുടെ അന്വേഷണത്തെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന നിലയിലേക്ക്, നേരത്തെ വലിയ ആഹ്ലാദമായിരുന്നു കോൺഗ്രസിന്, വളരെ ശരിയായ രീതിയിൽ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലേക്ക് അന്വേഷണം പോകുമ്പോൾ, കോൺഗ്രസിന്റെ നേതാക്കളിലേക്ക് അന്വേഷണം
നീളുമ്പോൾ SIT മോശമായി മാറുന്നു എന്ന ഒരു പ്രത്യേക പ്രതിഭാസവും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരുമൊക്കെ SITക്ക് പുറത്ത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന നിലയിലുള്ള ആക്ഷേപങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ വരികയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇതിൻ്റെ അന്വേഷണം വളരെ കൃത്യമായ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. വിനിഷ.